തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന നേരത്ത്, ചെറിയ നാട് മദീന, അത് സുരക്ഷിതമാക്കാൻ കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരും. പിന്നെ പറഞ്ഞു, ഷാമിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത്. ആ പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വരും. പിന്നെ പറഞ്ഞു, പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി, പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സ്വഹാബികളോട് പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ, ഈ ഒരു രാമന്തളിയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുന്നത്, ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും. അന്തസ്സോടെ നമ്മൾ അവിടങ്ങളിൽ കയറി ചെല്ലും. ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്ന് ഈ ഉമ്മത്തിന് നബി തങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് വയുഅ്ജിബുനി അൽഫഅൽ, ശുഭാപ്തി വിശ്വാസം, നല്ലത് വരും, വിജയം വരും, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും, നിരാശപ്പെടുത്തുന്നവരുണ്ടാകും. ഈ ഉമ്മത്തിന്റെ ഖൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ, ഒരാലിമ മരിച്ചു പോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ, ഒരു നേതാവിൻ്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ, അങ്ങനെയല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ, ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുജദ്ദിദുമാർ അലാ റഅസി മിഅതി കുല്ലി സനത്തിൻ, അല്ലാഹു പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ. ദഅവത്തിന്റെ രംഗത്ത് വരുന്ന മുജദ്ദിദുകളുണ്ട്, ഫിഖ്ഹിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തഫ്സീറിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തസ്കിയത്തിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, ആലമുൽ മഅരിഫത്തിൽ അല്ലാഹുവിന്റെ മുജദ്ദിദുകൾ വരാനുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുന്നതിൽ മുജദ്ദിദുമാർ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാർ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും. ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയാണ് അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്. മഹാനവറുകൾ ഹൽ ലാ അദ്രി ഹൽ ദിവായ ബിർറഫ്ഇ അം ബിന്നസ്ബി. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും എന്നാണോ ഫഹുവ അഹ്ലകഹും എന്നാണോ പുണ്യനബി പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് റാവിയായ അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് സാഹിബ് മുസ്ലിം, മുസ്ലിം തങ്ങളുടെ റാവിമാരിൽപ്പെട്ട അബൂ ഇസ്ഹാഖ് തങ്ങൾ പറയുന്നു, രണ്ടിനും രണ്ടർത്ഥമാണ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും, ചെറിയൊരു ഹദീസാണ്, ഒന്ന് പറഞ്ഞു നോക്കി. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. വേറെ റിവായത്ത് മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും. ഇത് രണ്ടും ഹദീസാണ്. മൻ ഖാല ഹലകന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് അവരെ നശിപ്പിച്ചത് എന്നാണ് അഹ്ലകഹും എന്ന് പറഞ്ഞാൽ അർത്ഥം. കാലൊക്കെ മോശമായി, ഒക്കെ കള്ളുടിയന്മാരാണ്, ക്യാമ്പസുകളൊക്കെ മോശമായി, എല്ലാവരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും
ഡ്രഗ്സുമായിട്ട് നടക്കുകയാണ്. നമ്മുടെ നാടൊക്കെ പറ്റ തീർന്നു. വേദന കൊണ്ട് പറയുന്നതിന് വിരോധമില്ല, എന്നാൽ ഉമ്മത്തിൽ ഇനി ഒരു നന്മയുമില്ല എന്ന നിരാശയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ, ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്താനാണ് അങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുന്നതെങ്കിൽ, ഫഹുവ അഹ്ലകഹും, ആ ആളുകളെ നശിപ്പിച്ചത് അവൻ തന്നെയാണ്, പറഞ്ഞ ആളു തന്നെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ ഫഹുവ അഹ്ലകുഹും, അങ്ങനെയും റിവായത്തുണ്ട്. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഹലാക്കായിരിക്കുന്നു, മുസ്ലിമീങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ച മുസ്ലിമീങ്ങളിൽ ഏറ്റവും നശിച്ചവൻ ഈ പറഞ്ഞ ആളു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മളാരും ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. നിരാശപ്പെടുന്നവരല്ല നമ്മൾ. നമുക്കൊരു പക്ഷേ ഉത്ഥാന പതനങ്ങൾ ഉണ്ടാകാം, താഴ്ചയും ഉയർച്ചയും ഉണ്ടാകാം. ഏത് നാടിനും ഏത് മഹല്ലിനും ചില വളരെ സുമോഹനമായ, വളരെ സുന്ദരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ രാമന്തളി മഹല്ല് ഒരു മഹല്ല് ശാക്തീകരണം ചെയ്യാൻ പോകുന്നു എന്ന് ഉസ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. മഹല്ലിൻ്റെ പ്രസിഡന്റും കൂടിയാണല്ലേ, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. മഹല്ല് ശാക്തീകരണം ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബുദാബി ഇസ്ലാമിക് സെൻ്ററിനെ പോലത്തെ വലിയൊരു സംവിധാനത്തെ നയിച്ച നേതാവിനോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഉസ്മാൻ സാഹിബ് നിങ്ങളെ അഭിപ്രായം തന്നെ അവിടെ പറഞ്ഞാൽ കാര്യം നടക്കും, ഉഷാറാകുമെന്ന് പറയായിരുന്നു. നമ്മുടെ മഹല്ലിനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ മഹല്ലിൻ്റെ ഓരോ വീടുകളും അതിൻ്റെ സെൻസസ് എടുത്ത്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ കോച്ചിങ് കൊടുത്ത്, നമ്മുടെ യുവാക്കളെ ദീനിൻ്റെ തണലിലും അറിവിലും നിലനിർത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ മഹല്ലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില കമ്മിറ്റികൾ വരുമ്പോൾ ഒരു മഹല്ലിൻ്റെ സുവർണ കാലഘട്ടമായിരിക്കും. അടുത്ത കമ്മിറ്റി അത്ര ഉഷാറായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉഷാറാവും. വീണ്ടും ചെറിയ തളർച്ച വരും, ഒരു ഉറക്കം വരും, വീണ്ടും ഉണരും. അങ്ങനെ പരാജയങ്ങളെപ്പോലെ തളർച്ചയും ഉണർവും ഉണ്ടാകും, പരാജയവും വിജയവും ഉണ്ടാകും. ഇത് ഉമ്മത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടൊരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ്. ഒരു രോഗിയെക്കുറിച്ച് പോലും അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഒരാൾ പാരലൈസ് ആയിട്ട് കിടക്കുക, സ്ട്രോക്ക് വന്നു, ഡോക്ടർമാരൊക്കെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു നടക്കൂല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി, ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു, പക്ഷേ ഇത്ര ഫ്രീക്വൻസിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താ ഇപ്പം ചെയ്യലേ, നിങ്ങൾ എണീക്കൂല എന്നപ്പോൾ ഡോക്ടർ പറയണത്, അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. എന്താ പറയേണ്ടത്? അള്ളാഹു അല്ലേ ശിഫ നൽകുന്നത്. ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും, സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ. അള്ളാഹു ഖാദിറല്ലേ, നമുക്ക് ദുആ ചെയ്യാലോ. സ്വതഖകൾ ചെയ്യൽ, ദാനധർമ്മങ്ങൾ ചെയ്യൽ, അമല സ്വാലിഹാറ്റ് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു ശിഫ തരും എന്നു തന്നെ പറയാവൂ ഏത് രോഗികളോടും. കാരണം فإذا مرضت فهو يشفين. ദുആ ചെയ്ത ഉസ്താദിന്റെ ദുആയിൽ ഞാനത് കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു മഹാന്റെ ഒരു വാക്കുദ്ധരിക്കുകയാണ്, എൻ്റെ റബ്ബാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഡോക്ടർമാർ ഞങ്ങളുടെ കയ്യിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞാലും, മരുന്ന് ഈ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും, ഞങ്ങളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് സാധ്യമല്ല എന്ന് പറഞ്ഞാലും, ഫഹുവ യശ്ഫീൻ, എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അംബിയാഇന്റെ ആ ഒരു തത്വമാണ് മുഅ്മിനീങ്ങൾ കൈപിടിക്കുന്നത്. ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കഴിക്കണം. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാഅ,
അള്ളാഹു ഏതൊരു മരുന്നിനും ഏതൊരു രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. ആ മരുന്ന് അറിയുന്നവർക്കറിയാം ഏതാണ് മരുന്നെന്ന്, അറിയാത്തവർക്കറിയില്ല. പക്ഷേ മരുന്നില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തിലില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, ഡോക്ടറെ പോയി കാണണം എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെയാ പറഞ്ഞത്. പക്ഷേ അതൊരു സബബാണ്. ശിഫ നൽകുന്നത് ഡോക്ടറാണോ? അല്ല, അതൊരു കാരണക്കാരനാണ്. അങ്ങനെ ഡോക്ടർമാർ മരിക്കാൻ പാടില്ലല്ലോ, ഒരു മരിക്കണില്ല, ഒരു അസുഖം വരുന്നില്ലേ. എന്തേ? ശിഫ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഗുളിക കുടിക്കുമ്പോൾ ഈ ഗുളിക കൊണ്ടാണ് മാറട്ടെ, അങ്ങനെയല്ല. അള്ളാഹുവെ ഞാൻ ഗുളിക കുടിക്കുകയാണ്, മാറ്റിത്തരുന്നവൻ നീയാണ് റബ്ബേ, ബിസ്മില്ലാഹ്. അങ്ങനെ മരുന്ന് കുടിക്കേണ്ടത്. ആ ഡോക്ടർ മരുന്ന് കുടിച്ചാണ് മാറും, വേറെ ഡോക്ടറായാൽ മാറൂല. അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൊണ്ടേ മാറുള്ളൂ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലേ മാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല. സബബുകളാണ്, അതതിൻ്റെ കാരണമാണ്. അള്ളാഹ് ശിഫ വിധിച്ചിട്ടുണ്ടോ? വിധിക്കും. ഇല്ലേ? ഡോക്ടർ പറയും മരുന്നൊന്നും ഫലിക്കണില്ല. എന്തു തന്നെയായാലും ഒരു രോഗിയോട് പോലും നിരാശയിൽ പറയരുത്. 99 വയസ്സായ ഉമ്മയാണ്, വയസ്സായി കിടക്കുകയാണ്. എന്താ തോർക്കേണ്ടത്? വല്യമ്മാനെ നല്ലവർക്ക് മരിപ്പിക്കണമെന്നാ? അല്ല, വല്യമ്മാക്ക് ശിഫ കൊടുക്കണമെന്നാണ് തോർക്കേണ്ടത്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, അങ്ങനെ തോർക്കാവൂ. നമ്മളൊരു 80-85 കഴിഞ്ഞാൽ പിന്നെ ദുആ. അതെ, തീരെ വയ്യ, പ്രായമായിക്കണേ, പിന്നെ എനിക്ക് നടന്നിട്ടൊക്കെ കുറേ കാലമായി, ഇപ്പോൾ കിടപ്പാണ്, നല്ല നിൽക്കേണ്ട പോയി കിട്ടാൻ വേണ്ടി ഇമാൻ കിട്ടി സലാമത്താകാൻ തോരന്നൊക്കെയെന്ന് പറയും. അത് തോരക്കണം, പക്ഷേ മരിക്കാൻ വേണ്ടി തോരക്കരുത്. എന്നാണോ മരിക്കണത് അള്ളാഹുവേ അപ്പം ഈമാൻ കൊടുക്കണേ, അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം. പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം. മരിക്കുമ്പോൾ രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ, ആഫിയത്തിന് മരിച്ചൂടെ? അള്ളാഹുവിനോട് ശിഫാഇനെ ചോദിക്കണം. ഒരു പക്ഷേ ആ ശരീരത്തിന് 120 വയസ്സ് വരെ അള്ളാഹ് ആയുസ് എഴുതിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല, അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ ഖലായിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ. അതുകൊണ്ട് ശിഫ കൊടുക്കണേന്നേ തോർക്കാവൂ. എന്തല്ല മരിപ്പിക്കണേ, എല്ലാവരും കുഴങ്ങിക്കിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല, നോക്കാനൊന്നും ആളില്ല, പഠിച്ചവനെ വേഗം കൊണ്ടേക്കോട്ടെ, അങ്ങനൊന്നും പറയരുത്. നാളെ നമുക്ക് ഈ അവസരം വരുന്നു ആലോചിക്കുക. നിങ്ങളിങ്ങനെ ഉഷാറായി ബോധമില്ലാണ്ട് കിടക്കുക. അപ്പോൾ അടുത്തുനിന്ന് തന്നെ കുട്ടി വരാം, അമ്മ വാപ്പാനെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി തോരുന്നൂടെ, എത്ര കാലമായി ഈ കിടക്കണ വാപ്പ വല്യപ്പ എന്ന് പറയുമ്പോൾ പഠിച്ചവനെ എൻ്റെ കുട്ടി പറയണ കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗമുണ്ടാവും. ഇത് കേൾക്കുന്നുണ്ട്, ബോധമുണ്ട്. കുട്ടിയെ പറയല്ലേ, വാപ്പക്ക് മരിക്കാനൊന്നും പൂതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്. മരിക്കാൻ തോർക്കണം എപ്പെന്നറിയോ? ഒരു നിയമം വന്ന് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ദീനനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ശർഈയായ നമ്മുടെ ബാധ്യതകൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മുസീബത്ത് വന്നാൽ അപ്പതോർക്കണം, അള്ളാഹുവേ ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ. അത് അപ്പോഴേ തോർക്കാവൂ. നിസ്കരിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, പിന്നെ എന്താ ഇവിടെ നടന്നിട്ട് കാര്യം? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വേറൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം? അല്ലാഹുവേ അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വഅമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലി. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പോലും ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് വരുമ്പോഴാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകഹും. ആരാണോ ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറയുന്നത്, ആളുകളാണ് അവരെ നശിപ്പിച്ചത് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി